ഇരുട്ടു നിറഞ്ഞ ഒരു മുറി. അവിടെ പഴയൊരു ടെലിവിഷൻ സെറ്റിൽ നിന്ന് പുറപ്പെടുന്ന മങ്ങിയ വെളിച്ചം മാത്രം. ആ മുറിക്കുള്ളിൽ കട്ടിപ്പുക നിറഞ്ഞ അന്തരീക്ഷത്തിലിരുന്നു കൊണ്ട് പ്രായമായൊരു റിട്ടയർഡ് FBI ഏജന്റ് തൻ്റെ ഡയറി തുറക്കുന്നു. പുറത്ത് മഴ കനക്കുകയാണ്. അയാൾ പതുക്കെ മന്ത്രിച്ചു. ചില മനുഷ്യർ ജനിക്കുന്നത് തന്നെ മറ്റുള്ളവരുടെ പേടി സ്വപ്നങ്ങളാകാനാണ്. അയാൾ ആ ഡയറിയിലെ മഞ്ഞ നിറമുള്ള താളുകൾ മറിച്ചു. അവിടെ 1991 ജൂലൈ 22 എന്ന തീയതിയിൽ ചുവന്ന മഷിയിലൊരു പേരെഴുതിയിരിക്കുന്നു. ആ പേര് വായിച്ച നിമിഷം അയാളുടെ കണ്ണുകളിൽ ഭയം മിന്നിമറഞ്ഞു. അയാൾ അതുറക്കെ വിളിച്ചു പറഞ്ഞു, ജെഫ്രി ഡാമർ. ആയിരത്തി 1978 ഒഹായോയിലെ വിജനമായൊരു ഹൈവേയിൽ നിന്നാണ് ഈ ഭീകരതയുടെ തുടക്കം. വെറും 18 വയസ്സുള്ള ശാന്തനായൊരു യുവാവ്. ആർക്കും തോന്നിയില്ല ആ പാവം മുഖത്തിനു പിന്നിൽ നരകത്തിലെ രാക്ഷസൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. തൻ്റെ വീട്ടിലേക്ക് ലിഫ്റ്റ് ചോദിച്ചെത്തിയ ആദ്യത്തെ ഇരയെ ഒരു ഇരുമ്പ് തണ്ടുകൊണ്ട് അടിച്ചു കൊന്നപ്പോൾ ഡാമറുടെ ഉള്ളിലെ മൃഗമുണർന്നു. മൃതദേഹത്തെ കഷണങ്ങളാക്കി മുറിച്ച് വീടിനു ചുറ്റും കുഴിച്ചിടുമ്പോൾ അവൻ അനുഭവിച്ചത് ഭ്രാന്തമായൊരാനന്ദമായിരുന്നു. പിന്നീടുള്ള 13 വർഷം മിൽവാക്കി നഗരം ഒരു ശ്മശാനമായി മാറുകയായിരുന്നു. 924 അപ്പാർട്ട്മെന്റ്. പുറത്തുനിന്ന് നോക്കിയാൽ സാധാരണമായൊരു വീട്. പക്ഷേ ആ വാതിലിനുള്ളിൽ ഡാമർ തൻ്റെ മരണസാമ്രാജ്യം പടുത്തുയർത്തി. ഓരോ രാത്രിയും അയാൾ നഗരത്തിലെ ബാറുകളിൽ നിന്നും തെരുവുകളിൽ നിന്നും ഇരകളെ വശീകരിച്ച അപ്പാർട്ട്മെന്റിലെത്തിക്കും. മയക്കുമരുന്നു കലർത്തിയ പാനീയങ്ങൾ നൽകി അവരെ തളർത്തും. പിന്നീട് ശ്വാസം മുട്ടിച്ചു കൊല്ലും. മരണത്തിന് ശേഷമായിരുന്നു ഡാമറുടെ യഥാർത്ഥ ക്രൂരതകൾ ആരംഭിച്ചിരുന്നത്. അവൻ വെറുമൊരു കൊലപാതകിയായിരുന്നില്ല. അവൻ ശവശരീരങ്ങളെ പ്രണയിച്ചു, അവയെ കീറിമുറിച്ചു, മനുഷ്യമാംസം രുചിച്ചു നോക്കി. തൻ്റെ കൂടെ എന്നും ജീവിക്കാൻ വേണ്ടി അവൻ തലയൊട്ടികൾ വെളുപ്പിച്ചെടുത്ത് ഷെൽഫുകളിൽ അലങ്കരിച്ചു വെച്ചു. നീല നിറത്തിലുള്ള വലിയ വിപ്പകളിൽ ആസിഡ് നിറച്ച് മനുഷ്യ ശരീരങ്ങൾ അവൻ അലിയിച്ചു കളഞ്ഞു. ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് അഴുകിയ മാംസത്തിൻ്റെ മണം വരുമ്പോൾ അയൽക്കാർ പരാതിപ്പെട്ടു. പക്ഷേ തൻ്റെ ഫ്രീസർ കേടായതാണെന്ന അയാളുടെ ശാന്തമായ മറുപടിയിൽ പോലീസുകാർ പോലും വഞ്ചിതരായി. ആ ശാന്തതയായിരുന്നു അയാളുടെ ഏറ്റവും വലിയ ആയുധം. 1991 ജൂലൈയിലെ ആ രാത്രിയിലാണ് എല്ലാം മാറിമറിഞ്ഞത്. മരണത്തിൻ്റെ കൈകളിൽ നിന്നും ട്രേസി എഡ്വേർഡ്സ് എന്ന യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു പോലീസിനെ ആ നരകദ്വാരത്തിക്കലെത്തിച്ചു. അപ്പാർട്ട്മെന്റിൽ കയറിയ പോലീസുകാർ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച മനുഷ്യ തലകൾ, അലമാരകളിലെ തലയൊട്ടികൾ, ഭിത്തിയിൽ പതിപ്പിച്ച ക്രൂരമായ കൊലപാതക ചിത്രങ്ങൾ. ആ മുറിയിലെ നരകഗന്ധം സഹിക്കാനാവാതെ പല ഉദ്യോഗസ്ഥരും ഓടിയിറങ്ങി. 17 മനുഷ്യജീവനുകൾ ആ അപ്പാർട്ട്മെന്റിൽ ഇല്ലാതായിരുന്നു. 1992 കോടതി അയാൾക്ക് 16 ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. പക്ഷേ പ്രകൃതിയുടെ വിധി മറ്റൊന്നായിരുന്നു. 1994 ജയിലിനുള്ളിൽ വെച്ച് ഒരു സഹതടവുകാരൻ ഡാമറെ അടിച്ചുകൊന്നു. കൊല്ലപ്പെടുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ കുറ്റബോധമായിരുന്നില്ല, മറിച്ച് താൻ ചെയ്ത ക്രൂരതകൾ ലോകം ഒരിക്കലും മറക്കില്ലെന്നൊരു ഭ്രാന്തൻ ഉറപ്പുമായിരുന്നു. FBI ഏജന്റ് തൻ്റെ ഡയറി പതുക്കെ അടച്ചു. മെഴുകുതിരി വെളിച്ചത്തിൽ അയാളുടെ കൈകൾ ഇപ്പോഴും വിറയ്ക്കുകയായിരുന്നു. ഡാമർ മരിച്ചു, പക്ഷെ അവൻ്റെ കഥ ഇന്നും വായുവിൽ അലയുന്നുണ്ട്. നിങ്ങളെ നോക്കി ശാന്തമായി ചിരിക്കുന്ന അപരിചിതനായ ആ മനുഷ്യൻ ഡാമറെപ്പോലെ ഒരാളല്ലെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ? അയാൾ മെഴുകുതിരി ഊതിക്കെടുത്തി. മുറിയിൽ പൂർണ്ണമായും ഇരുട്ടു പടർന്നു. പശ്ചാത്തലത്തിൽ പെയ്യുന്ന മഴയുടെ ശബ്ദം മാത്രം അവശേഷിച്ചു.